ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗെറ്റ് ഇൻസിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് റിയൽ ഫോളോവേഴ്സും റിയൽ ലൈക്സും കൂട്ടാനായിട്ട് പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ താഴെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരാളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 കോയിൻസ് വെച്ചിട്ട് കിട്ടും. നിങ്ങൾ ഒരാളെ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 കോയിൻസ് വെച്ച് കിട്ടും. അങ്ങനെയാണ് ഇതിൽ കോയിൻസ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഗെറ്റ് ഫോളോവേഴ്സ് ഉണ്ട്, ഗെറ്റ് ലൈക്സും ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫോളോവേഴ്സിനെ ബൈ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ നേരത്തെ ഇവിടെ നിന്ന് കിട്ടിയ ഒരു കോയിൻസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഫോളോവേഴ്സിന് ലൈക്സും ബൈ ചെയ്യുന്നത്. നിങ്ങൾ ഒരുപാട് പ്ലാൻസ് ഉണ്ട്, ഇപ്പോൾ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പ്ലാൻ സെലക്ട് ചെയ്തിട്ട് ഗെറ്റ് ഫോളോവേഴ്സിനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഫോളോവേഴ്സിനെ നിങ്ങൾക്ക് കിട്ടും. ഗെറ്റ് ലൈക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പ്ലാൻ സെലക്ട് ചെയ്തതിനു ശേഷം ഗെറ്റ് ലൈക്സിനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ലൈക്സ് കിട്ടും. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഫോളോവും ലൈക്കും ചെയ്യാണ്ട് കോയിൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോയിൻസ് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിലെങ്ങനെ ഫോളോവേഴ്സിനെ ബൈ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഫോളോവേഴ്സിന് വേണ്ടി ആ ഒരു ഓപ്ഷൻ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് ഫോളോവേഴ്സ് നൗ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾ നേരെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും, ഒരുപാട് ഫോളോവേഴ്സ് വന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇത് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും, നേരെ അത്രയും ഫോളോവേഴ്സ് വന്നുകൊണ്ടിരിക്കും. സോ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരാണെങ്കിൽ അവിടെ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ അങ്ങനത്തെ അക്കൗണ്ടിലൊന്നും ഇങ്ങനത്തെ ഫോളോവേഴ്സിനെ കയറ്റാണ്ടിരിക്കുക. അത് നിങ്ങളുടെ റീച്ചിനെ നന്നായിട്ട് ബാധിക്കും. സോ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോമിക് സ്ലൈഡ് എന്ന് പറഞ്ഞ ട്രാൻസിഷനാണ്. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളൊരു ട്രാൻസിഷനാണ്. ട്രെൻഡ് ഔട്ട് ആയിട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ലേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ട്രാൻസിഷൻ ചെയ്യാനായിട്ട്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ട്രാൻസിഷനാണ്. ഇതിന് ജസ്റ്റ് ഒരു കാറ്റഗറി എന്ന് പോലെ ഒന്നും ഇല്ല. നിങ്ങൾക്ക് എല്ലാ വീഡിയോസിലും MP4 ആയാലും ബാഡാസ് ആയാലും എങ്ങനത്തെ വീഡിയോസിലും വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസിഷനാണിത്. ആദ്യം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂസിങ് വരുമെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസിഷനാണിത്. സോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. സോ ആ ഒരു കോമിക് സ്ലൈഡ് എന്ന് പറഞ്ഞ ട്രാൻസിഷനായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 ലെയേഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 3 ഫോട്ടോസാണ്. വീഡിയോസ് ആണെങ്കിൽ ജസ്റ്റ് 4 ലെയേഴ്സിൻ്റെ മുകളിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് കോഡിങ് ഫെയിൽഡും എക്സ്പോർട്ട് ഫെയിൽഡും വരാനുള്ള ചാൻസ് ഉണ്ട്. ലോ ആൻഡ് ഡിവൈസ് യൂസേഴ്സ് ആണെങ്കിൽ എനിക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ നിങ്ങളിങ്ങനെയാണ് ഓരോ ലെയേഴ്സും ആഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു അവസാനത്തെ ലെയർ നമുക്ക് ഇത്ര മതി. പിന്നെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്യുന്നുള്ളത്. ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്ത് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമെന്ന് മാത്രം. സോ ഞാനിവിടെ സെക്കൻഡ് ലെയർ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ആഡ് എഫക്റ്റ് പോയിട്ട് മാറ്റ് മാസ്ക് കീയിൽ പോയിട്ട് വൈപ്പ് എഫക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്താൽ റൈറ്റ് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്താൽ ആ ഒരു വന്നതായിട്ട് കാണാനായിട്ട് പറ്റും വൈപ്പ് എഫക്റ്റ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആംഗിൾ എടുത്തതിന് ശേഷം ആംഗിൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആംഗിൾ നിങ്ങൾക്ക് ഏത് ആംഗിൾ വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കുക, ഡിപ്പെൻഡ്സ് അപ്പോൺ യു. സോ ഞാനിവിടെ ഈ ഒരു രീതിയിലുള്ള ഒരു ആംഗിളാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനധികം വാല്യൂസ് കാര്യങ്ങളൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 81 നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ 91 എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ എൻ്റെ എടുത്തതിന് ശേഷം ഇപ്പോൾ അടിയിലായിട്ടൊരു ഇത് ബ്ലാങ്ക് വന്നതായിട്ട് കാണാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു ഭാഗവും ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. ഫൈൻ. സോ ആ ഒരു വൈപ്പ് എഫക്റ്റിൻ്റെ കാര്യം ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വൈപ്പ് എഫക്റ്റ് ഒന്ന് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ 3rd ലെയറിലോട്ട് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ 2 ലെയേഴ്സിൽ നമ്മൾ വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 3rd ലെയറിലോട്ട് വന്നിട്ട് അതിൻ്റെ ആംഗിൾ ജസ്റ്റ് ഒന്ന് തല തിരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും ഒരു കോമിക് സ്ലൈഡ് ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ഇവിടെ ഈ ഒരു രീതിയിലും ഇവിടെ ഈ ഒരു രീതിയിലും ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡിപ്പെൻഡ്സ് അപ്പോൺ യു. നിങ്ങൾക്ക് ഏതൊരു കോർണറിങ് വേണോ അത് നിങ്ങൾക്ക് ചോയ്സാണ്, നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ വൈപ്പ് എഫക്റ്റ് വേണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ജസ്റ്റ് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ളൊരു എഫക്റ്റ് മാത്രമാണിത്. ഇത് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡ് ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇത്രയും ഡിസ്റ്റൻസിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അവിടെ ഞാനൊരു മാർക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ മാർക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ കീയിലോട്ട് വന്നതിന് ശേഷം അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുക. കാണാത്ത രീതിയിൽ നമ്മുടെ ഫ്രെയിമിൽ നിന്ന് പോകുന്ന രീതിയിൽ സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോയി വെക്കുക. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ രണ്ടാമത്തെ കീയിലോട്ട് വന്നതിന് ശേഷം ജസ്റ്റ് ഇത്രയും രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എത്രയും രീതിയിൽ സെറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. ഒരു 3/4 എന്നുള്ള രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്രാഫ് ആഡ് ചെയ്യുന്നുള്ളതാണ്. സോ 3 ഡോട്ട്സ് ഗ്രാഫ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എക്സ്ട്രീം സ്മൂത്ത് പ്ലസ് എക്സ്ട്രീം സ്പീഡിൽ വരുന്ന ഒരു ഗ്രാഫാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്.
സോ ഞാൻ ഈ ഒരു രീതിയിലുള്ള ഗ്രാഫാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആ ഒരു ഗ്രാഫ് നമ്മൾ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്യാം. നമുക്ക് ഈ ഒരു ഗ്രാഫാണ് നമ്മൾ എല്ലാ ഭാഗത്തും സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെയാവും നമ്മുടെ ആ ഒരു കോമിക് സ്ലൈഡ് വരുന്നുണ്ടാവുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ സെക്കൻഡ് ലെയറിൽ എന്തൊക്കെയാണോ ചെയ്തത് അതേപോലെ തന്നെ ഫസ്റ്റ് ലെയറിലും ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, ആ ഒരു ഭാഗത്തായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഇപ്പോൾ 2 കീ ഫ്രെയിംസ് ഉണ്ട്. ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കീയിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കീയിലോട്ട് വന്നതിന് ശേഷം ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലെയറിൽ തന്നെ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ടൈൽസ് എഫക്റ്റ് ഓഫ് ആക്കിയാൽ പിന്നെ നിങ്ങൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്തതിന് ശേഷം കീ ഫ്രെയിംസ് ആഡ് ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് ബാർ വരുന്ന ആ ഒരു ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് നമ്മൾ ആ ഒരു നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു ഗ്രാഫ് ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാവും വരുന്നുണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തോട്ട് വന്നാൽ അവിടെ ഒരു ബ്ലാക്ക് ബാർ വന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് പോകാനായിട്ടാണ് ഞാനിവിടെ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും കൂടിയിട്ട് ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ നമ്മളിവിടെ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും കൂടിയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ഒന്നും പോകുന്നതായിട്ട് ഫീൽ ചെയ്യില്ല. ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പ് ചെയ്യുക. ഇത് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3rd ലെയറിലോട്ട് വന്നിട്ട് സെക്കൻഡ് ലെയറിൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്തത് അത് തന്നെ നമ്മൾ 3rd ലെയറിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, ഇത്രയും ഡിസ്റ്റൻസിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഞാൻ അവിടെ ഒരു മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ കീയിലോട്ട് വന്നതിന് ശേഷം സ്ക്രോൾ ചെയ്ത് കൊടുക്കുക അടിയിലോട്ട്. ഓക്കെ, ആ ഒരു ഫ്രെയിമിൽ നിന്ന് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ കീയിലോട്ട് വന്നിട്ട് ഇത്രയും രീതിയിൽ ഒരു 3/4 എന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു ഗ്രാഫ് ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. കണ്ടോ? ഇത് നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ചെയ്ത ആ ഒരു ലെയർ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ 3rd ലെയറിൽ എന്തൊക്കെയാണോ ചെയ്തത് അത് തന്നെ ആ ഒരു ഗ്രൂപ്പ് ലെയറിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിങ്ങിൽ ഒരു കീ ഫ്രെയിം, ആ ഒരു ഭാഗത്ത് എൻഡിങ്ങിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിനുശേഷം സ്റ്റാർട്ടിങ്ങിലെ കീഴിൽ നമ്മൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. എൻഡിങ്ങിലെ കീഴിലോട്ട് വന്നിട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കാം മുകളിലോട്ട്. പിന്നെ ഒരു കോമിക് സ്ലൈഡ് നിങ്ങൾക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും അടിയിലോട്ടും വേണമെങ്കിൽ സ്ക്രോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മുകളിലോട്ടാണ് സ്ക്രോൾ ചെയ്ത് കൊടുക്കുന്നത്. ഡിപ്പെൻഡ്സ് അപ്പോൺ യു. ഓക്കെ, സോ ഞാനിവിടെ ഇതും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു ഗ്രാഫ് ഇവിടെയും കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. കണ്ടോ? ഇതാണ് കോമിക് സ്ലൈഡ് എന്ന് പറയുന്ന ട്രാൻസിഷൻ. ജസ്റ്റ് സിമ്പിളാണ്, എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ട്രാൻസിഷനാണിത്. ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യം ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് മാറ്റാനായിട്ട് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതിയാവും. പിന്നെ ഈ ഒരു വൈപ്പ് എഫക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. ഇത്ര ഉള്ള ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസിഷനാണ്. പിന്നെ ഇതിനൊരു കാറ്റഗറി ഇല്ല. നിങ്ങൾക്ക് ബാഡാസ് ആയാലും MP4 വീഡിയോസ്, നിങ്ങൾക്ക് എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സി നെക്സ്റ്റ് ടൈം. ബൈ.